എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കി ചോദിക്കും, ഈ രാപകലെ കൃഷി ചെയ്തിട്ട് എന്ത് കിട്ടാനാ? 250 രൂപ ഉണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ള പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് കിട്ടില്ലേ, എന്തിനാ അങ്ങനെ അധ്വാനിക്കണേ എന്ന് ചോദിക്കാറുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു മുറം നിറച്ച് പച്ചക്കറി. ഇത് 2-3 വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി ഉണ്ട്. നമ്മുടെ വീട്ടാവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതെല്ലാം തൂക്കം നോക്കി പാക്ക് ചെയ്ത് പോകുമ്പോൾ തന്നെ എൻ്റെ ബാഗിൽ വെച്ചിട്ട് ഞാൻ കൊണ്ടുപോകും. ഇപ്പോൾ സ്ഥിരമായി പോകുന്ന ബസ്സിൽ നമുക്ക് ധാരാളം പരിചയക്കാരുണ്ട്. അപ്പോൾ അവർ എൻ്റെ കയ്യിലൊരു ബാഗ് കണ്ടാൽ തന്നെ അവർക്കറിയാം അത് അവർക്കുള്ളതാണെന്നറിയാം. അപ്പോൾ അവരത് ന്യായമായ വില തന്നെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നത്. പലരും ചോദിക്കാറുണ്ട്, ഇതിങ്ങനെ തൂക്കം നോക്കി പാക്ക് ചെയ്ത് ഓഫീസ് ബാഗിലൊക്കെ വെച്ച് കൊണ്ടുപോകുമ്പോൾ നാണാവില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു അഭിമാനമാണ്. കാരണം നമ്മുടെ അധ്വാനമാണ് അത്, നമുക്കത് ഇൻകമായി മാറുമ്പോൾ സത്യത്തിൽ അത് വലിയൊരു സന്തോഷം തന്നെയാണത്. കൃഷി ഇതുപോലെയുള്ള സന്തോഷങ്ങളും നമുക്ക് നൽകും. ഇപ്പോൾ കണ്ടില്ലേ, ഒരു പൂമ്പാറ്റ, കൊച്ചു കൊച്ചു കിളികൾ, പ്രാണികൾ, പുഴുക്കൾ, ഇതെല്ലാം നമ്മൾ അതിൻ്റേതായ അർത്ഥത്തിലെടുക്കുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ്. നമ്മൾ എത്ര രൂപ പുറത്തുനിന്ന് കൊടുത്ത് സാധനങ്ങൾ അടുക്കള നിറച്ച് വെച്ചാലും ഈ ഒരു സന്തോഷം നമുക്ക് ലഭിക്കില്ല. 600 സ്ക്വയർ ഫീറ്റ് ടെറസ് ഉണ്ടെങ്കിൽ ഒരു 2-3 വീട്ടിന് ഉപയോഗിക്കാവുന്ന പച്ചക്കറികൾ വീട്ടിൽ നിന്ന് ലഭിക്കും. കുറച്ച് അത് ചെയ്യാനുള്ളൊരു മനസ്സും താല്പര്യവും മാത്രം മതി. എൻ്റെ പേര് ബീനാജി നായർ, കാക്കനാട്ട്, അങ്കമാലിക്കടുത്ത് കിടങ്ങൂരാണ് താമസം. ഞാൻ സംസ്കൃത സർവകലാശാലയിലാണ് വർക്ക് ചെയ്യുന്നത്. മട്ടുപ്പാവിലാണ് കൃഷി. ഏകദേശം ഒരു 11-12 വർഷത്തോളമായിട്ട് ഭൂമിയുടെ പരിമിതി മൂലമാണ് നമ്മൾ ടെറസ് കൃഷിക്കായിട്ട് തിരഞ്ഞെടുത്തത്. നമുക്ക് സാധാരണ കൃഷി ചെയ്യുമ്പോൾ നന്നായിട്ട് വിളവ് കിട്ടാറുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളിൽ അധികം പേരും ചോദിക്കും, ഇതിന് എന്താണ് വളം കൊടുക്കുക എന്നത്. നമുക്ക് ഇവിടെ 4.5 സെൻറ്റ് ഭൂമിയിലാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ ഭക്ഷണ മാലിന്യങ്ങൾ, പച്ചക്കറിയുടെ വേസ്റ്റ്, ഇതെല്ലാം നമ്മൾ നിക്ഷേപിക്കുന്നത് ഒരു പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റിലേക്കാണ്. അതിൽ നിന്ന് വരുന്ന സ്ലറിയാണ് നമ്മുടെ കൃഷിയുടെ മെയിനായിട്ടുള്ള വളം. എല്ലാ ആഴ്ചയും നമ്മൾ വളം കൊടുക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യവും ആ സ്ലറിയിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് എല്ലുപൊടി ചേർക്കാറുണ്ട്, ചിലപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കും. അങ്ങനെ പല രീതിയിലുള്ള ചിട്ടപ്പെടുത്തിയിട്ടാണ് നമ്മുടെ കൃഷിയുടെ വളം മുന്നോട്ട് പോകുന്നത്. മെയിനായിട്ട് ബയോഗ്യാസ് പ്ലാന്റിലെ സ്ലറിയാണ് വളം. എല്ലാ കൊല്ലവും നമ്മൾ കൃഷി ചെയ്യുന്നത് തക്കാളി, വെണ്ട, വഴുതന, പയർ, പാവയ്ക്ക, മുളക്, ഇതെല്ലാമാണ്. അപ്പോൾ ഇതെല്ലാമാണ് സാധാരണ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായി വേണ്ടതും. നമ്മൾ മുളക് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഇൻകം ജനറേഷനും കൂടി നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. മുളകിനൊരിക്കലും വില ഒത്തിരി താഴേക്ക് പോകാറില്ല. അപ്പോൾ നമുക്ക് വീട്ടാവശ്യവും നടക്കും, പ്ലസ് നമുക്ക് ഒരു നോൺ വെജ് വിഭവം വാങ്ങണമെങ്കിൽ അതിനുള്ള പൈസയും കൂടി നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. നമ്മുടെ കൃഷി എപ്പോഴും നമ്മൾ ഓരോ ഡിവിഷൻ തിരിച്ചാണ് ചെയ്യുന്നത്. കീടങ്ങളുടെ ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് ഹരിത വഴുതനയാണ്. നല്ല രുചിയുള്ള, അതായത് മെഴുക്ക് പുരട്ടിക്കോ നമുക്ക് സാമ്പാർ വയ്ക്കുമ്പോഴോ ഒക്കെ കുട്ടികൾക്ക് ഫ്രൈ ആക്കാനും ഒക്കെ വളരെ നല്ല ഒരു രുചിയുള്ള ഇനമാണ് ഹരിത വഴുതന. ഇത് ബുള്ളറ്റ് മുളകാണ്. നമ്മൾ സാധാരണ കൃഷിയിൽ ഉൾപ്പെടുത്തുക ബുള്ളറ്റും പിന്നെ സിറ ഇനമാണ്. വളരെ രുചിയുള്ള നല്ലൊരു ഇനമാണ്. കൂടാതെ നല്ല വിളവെടുപ്പും കിട്ടുന്ന ഒരു ഇനമാണ് സിറയും ബുള്ളറ്റും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ കൃഷിയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ ഇത് 2-3 ചെടി നമുക്ക് കിട്ടിയത് നമ്മൾ പൊടിപ്പിക്കാൻ ഉപയോഗിച്ച മുളക് കഴുകി വെയിലത്തിടുന്നതിൻ്റെ ഭാഗമായി കഴുകി ഉണക്കിയപ്പോൾ അതിൻ്റെ തരികൾ ഇട്ട് മുളപ്പിച്ച ഇനമാണ്. അപ്പോൾ ഇതിൻ്റെ ഇനം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്നാലും നല്ല രുചിയുണ്ട്. ഈ ഇനത്തിനും ധാരാളം കായ് പിടിക്കുന്നുണ്ട്. മുളക് ഏകദേശം 24 ചട്ടിയോളം കൃഷി ചെയ്തിട്ടുണ്ട്. 30 ചട്ടി ചെയ്തിരുന്നു, അതിൽ കുറച്ചൊക്കെ നമുക്ക് പോയി 24 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുളക് എല്ലാ സീസണിലും നമ്മൾ കൂടുതൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻകം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം മാർക്കറ്റിൽ മുളകിൻ്റെ വില അധികം താഴേക്ക് പോകുന്ന കണ്ടിട്ടില്ല. ഇത് കുറ്റിയമരയാണ്. കുറ്റിയമര ഏത് സീസണിലും വിളവ് തരുന്ന ഒരു ഇനമാണ്. അപ്പോൾ അത് തോരൻ വയ്ക്കാനും അവിയലിലും സാമ്പാറിലും വളരെ സ്വാദിഷ്ടമായി ഉപയോഗിക്കാവുന്ന ഒരു പച്ചക്കറിയാണ്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഒരു 8-10 കട വെച്ചിട്ട് നമ്മൾ ഈ കൃഷി ചെയ്യാറുണ്ട്. ഇത് പയറാണ്. നാരില പയറാണ്. നല്ല രുചിയുള്ള ഒരു ഇനമാണ്. അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് ഏകദേശം തീരാറായിട്ടുണ്ട്. ഒരു 2 ആഴ്ച മുമ്പ് വരെ
സമൃദ്ധിയായിട്ട് വിളവ് തന്നുകൊണ്ടിരുന്ന ചെടികളാണ്. ഏകദേശം 4-5 മൂട് ചെടിയാണത് ചെയ്തിരിക്കുന്നത്. ഇത് കാന്താരിയാണ്, തനിയെ മുളച്ച് വന്ന് കിട്ടിയ ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് യാതൊരു ശ്രദ്ധയും കൂടാതെ തന്നെ നല്ലോണം വിളവ് തരുന്നുണ്ട്. VNR പേരയാണ്. കുറച്ച് ഫലങ്ങളൊക്കെ കിട്ടി. പിന്നെ ഭൂമിയുടെ അവകാശികളായ തത്ത, കാക്ക എല്ലാവരും യഥേഷ്ടം കൊണ്ടുപോകും. അവർ കഴിച്ചിട്ട് മിച്ചം ഉണ്ടെങ്കിലാണ് നമ്മൾ വിളവെടുക്കുക. അപ്പോൾ അതും ശരിക്കും ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. വെണ്ടയും പാവലും ഒക്കെ നമ്മൾ ഒരുമിച്ചാണ് നട്ടത്. മെയ് പകുതിയോടെയാണ് നട്ടത്. അപ്പോൾ അത് ഏകദേശം വിളവെടുപ്പ് തീരാറായിട്ടുണ്ട്. അതാണ് ഇത്ര ചെറുതായിട്ട് ഇരിക്കുന്നത്. എന്നാലും നമുക്ക് വീട്ടാവശ്യത്തിന് ധാരാളം കിട്ടുന്നുണ്ട്. ഇത് കാക്കപ്പൂവ്. അത് മുറ്റത്ത് നിന്ന ചെടിയിൽ നിന്ന് എങ്ങനെയോ വിത്ത് വന്നതായിരിക്കാം. അപ്പോൾ ഒരു കൗതുകം ഉള്ളതുകൊണ്ട് അതും കളയണ്ട എന്ന് കരുതി. ഇത് നമ്മൾ കയറി വരുന്ന ഭാഗമാണ്, ടെറസിലേക്ക് കയറി വരുന്ന ഭാഗം. അപ്പോൾ അതും വെറുതെ കളയണ്ട. കുറച്ച് തക്കാളി കൃഷി ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ടെറസ്. കൃഷി കൂടുതൽ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. കൃത്യമായ ഒരു പരിചരണം, നിരീക്ഷണം അത് തന്നെയാണ് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഡെയിലി ഇവരോടൊപ്പം കുറച്ച് സമയം നമ്മൾ ചിലവഴിച്ചാൽ തന്നെ നമുക്ക് ഇവരുടെ രോഗാവസ്ഥയൊക്കെ കൃത്യമായി അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുഴുക്കളാണെങ്കിൽ കൈകൊണ്ട് തന്നെ നമുക്ക് പുഴുക്കളെ എടുത്ത് നശിപ്പിക്കാം. കുറച്ചൊക്കെ അങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാം നമുക്ക് ചെടികളെ. ടെറസ് കൃഷിയിലെ ഇത്രയും വിളവ് കിട്ടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഞങ്ങളുടെ സ്നേഹത്തോടു കൂടിയുള്ള പരിചരണം തന്നെയാണ്. പിന്നെ എത്ര ലേറ്റായാലും എത്ര ജോലി തിരക്കിനിടയിലും ഞങ്ങൾ രണ്ടുപേരും ഈ ടെറസിൽ വന്നിട്ട് ഈ ചെടികളെ ഒന്ന് തലോടി അവരെ ഒന്ന് സന്തോഷിപ്പിച്ച് അവർക്ക് വേണ്ട ആഹാരം കൊടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങളും ആഹാരം കഴിച്ച് കിടക്കുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ഇത്രയെ സ്നേഹിച്ച് ഈ മക്കളെ പോലെ കരുതി സ്നേഹിക്കുന്ന ഇവരെ വിട്ട് നമുക്ക് പാരൻസിൻ്റെയൊക്കെ ചികിത്സാർത്ഥ ഹോസ്പിറ്റലുകളിലാകുന്ന സമയത്ത് ഇവർ നിരാശപ്പെടാറുണ്ട്. പലപ്പോഴും ഇവർ ചെറിയ പിണക്കവും വാട്ടൻ രൂപേണ നമ്മളെ കാണിച്ചു തരും. പക്ഷേ വന്ന് ഒന്ന് തലോടി ഇവരോടൊപ്പം ഇവർക്ക് കുറച്ച് വെള്ളമൊക്കെ തളിച്ച് ഇവർക്ക് വേണ്ട ആഹാരം വളം രൂപത്തിലൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർ ഒത്തിരി സന്തോഷത്തോടെയാണ് നമുക്ക് നിറഞ്ഞാണ് വിളവുകൾ നൽകുന്നത്. പിന്നെ 2013 നമ്മുടെ കൃഷി വ്യാപകമായി കൊണ്ടുപോകുന്നത്. കൃഷി ആരംഭിക്കുന്ന സമയം മുതൽ എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ടാണ് കൃഷിക്കായിട്ട്. ഹസ്ബൻഡ് നാരായണപിള്ള, അദ്ദേഹം ഗൾഫിലായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് നാട്ടിലുണ്ട്. പൂർണ്ണ പിന്തുണയുമായിട്ട് എൻ്റെ കൂടെ തന്നെയുണ്ട്. പാരൻസിനും കൃഷി വളരെ ഇഷ്ടമായിരുന്നു. അവരും എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അവരില്ല നമ്മോടൊപ്പം. പിന്നെ മകനും മകളും ഉണ്ട്. മകൾ പുറത്ത് ഉപരിപഠനമായി പോയിരിക്കുന്നു. മകൻ പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നു. എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ എൻ്റെ ഭർത്താവിൻ്റെ പിന്തുണ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതാണ്. 2013 സ്റ്റാർട്ട് ചെയ്ത കൃഷി ഏകദേശം 2022 വരെ രാത്രിയായിരുന്നു നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് രാത്രി 8:30 മുതൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പാരൻസിന് ആഹാരവും മെഡിസിനും എല്ലാം കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ ടെറസിലേക്ക് പോരുക. അപ്പോൾ ഈ ടെറസ് എന്ന് പറയുന്നത് ഈ പച്ചപ്പ് എൻ്റെ ഒരു ലോകമാക്കി ഞാൻ മാറ്റും. എൻ്റെ സന്തോഷവും സങ്കടവും എല്ലാം ചെലവഴിക്കുന്നത് ഇവരോടൊപ്പമായിരുന്നു ആ കുറച്ച് സമയം. കൂടുതൽ കാലം കൃഷി ചെയ്താൽ, ടെറസ് കൃഷി ചെയ്താൽ അത് വീടിന് ദൂഷ്യം ചെയ്യില്ലേ എന്ന് പലരുടെ ഒരു സംശയമാണ്. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ടെറസ് കൃഷി ചെയ്യുമ്പോൾ. കാരണം നമ്മുടെ വീടിൻ്റെ കാലപ്പഴക്കം അത് തന്നെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. വീടിൻ്റെ കാലപ്പഴക്കത്തിനനുസരിച്ച് ടെറസിൽ കയറ്റുന്ന ഭാരം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത് നിയന്ത്രിക്കേണ്ടതുണ്ട്. പിന്നെ പരമാവധി ചട്ടിയോ ബാഗോ നേരിട്ട് ടെറസിൻ്റെ പ്രതലത്തിൽ വയ്ക്കാതെ എന്തെങ്കിലും ഒരു മീഡിയം വച്ച് ഉയർത്തി വയ്ക്കുക. അപ്പോൾ അതിന് ഓട് വെച്ചോ അല്ലെങ്കിൽ 2 ചെറിയ ഇഷ്ടിക പാരലായിട്ട് വെച്ചോ അതിൻ്റെ മീതെ നമുക്ക് ബാഗോ ചട്ടിയോ ഒക്കെ വയ്ക്കാം. ഇനി അല്ല നമുക്ക് കുറച്ചും കൂടി ഫിനാൻഷ്യലായിട്ട് നമ്മൾ സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക്, ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡാണ്, സ്റ്റാൻഡിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സേഫാണ്. നമുക്ക് ഇതിനകത്ത് നിന്ന് ഇപ്പോൾ വളം ഒഴിക്കുമ്പോഴായാലും ഊർന്നു വരുന്ന വെള്ളം ഒരിക്കലും പ്രതലത്തിൽ കെട്ടി നിൽക്കുന്നില്ല. അതെല്ലാം ആ ഈർപ്പമെല്ലാം ഉണങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ഈർപ്പം ടെറസിൽ നിൽക്കാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ എല്ലാവരും ഒത്തിരി രൂപ ചെലവ് ചെയ്ത് വെക്കുന്ന ഒരു വീടാണ്. നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തടസ്സം വരാത്ത രീതിയിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുക. ടെറസ് കൃഷി ആരംഭിക്കുന്നതിന് മുൻപേ ടെറസിൽ കൃത്യമായ സ്ലോപ്പ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പച്ചിലകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വൈകിട്ടാവുമ്പോഴത്തേന് ഇതിൽ നിന്നൊക്കെ ഇലകൾ പൊഴിഞ്ഞു വരുന്ന ആ വേസ്റ്റ് ഇതിൻ്റെ ഹോളുകളിൽ അടഞ്ഞുകൂടാതെ അത് കൃത്യമായി
നിരീക്ഷിക്കണം. ഡെയിലി നമ്മൾ നിരീക്ഷിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം. ചപ്പു ചവറുകളിൽ തറയിൽ വിരിഞ്ഞ് കിടക്കാതെ അത് നോക്കണം. കാരണം ഈ വിരിഞ്ഞ് കിടക്കുന്ന ഇലയുടെ അടിയിൽ ഈർപ്പം തങ്ങി നിന്ന് അത് കാലക്രമേണ നമ്മുടെ ടെറസിന് ദൂഷ്യമായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. സ്ലോപ്പ് കറക്റ്റായിട്ട് ഉണ്ടാവണം, വെള്ളം കൃത്യമായി ഒഴുകി പോകണം, വേസ്റ്റ് വന്ന് അടിയരുത്. ഇവിടെ ചെയ്തിരിക്കുന്നത് ടെറാക്കോട്ട, അതായത് നമ്മൾ സ്ലോപ്പ് ലെവൽ ചെയ്തതിന് ശേഷം ടെറാക്കോട്ട റെഡ് ഇമൽഷൻ പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്ന് റെഡ് കളറ് നമ്മുടെ കീടങ്ങളുടെ ശല്യത്തെ പരമാവധി കുറയ്ക്കുന്നുണ്ട്. രണ്ട്, പായൽ പിടിക്കുന്നില്ല. നമുക്ക് ഏത് സീസണിലും, പ്രത്യേകിച്ചും മഴ സീസണിൽ നമുക്ക് കൃഷി പായൽ മൂലമുള്ള ശല്യങ്ങളിൽ നിന്ന് ഒഴിവായി നമുക്ക് വീഴാതെ നമ്മളെ പ്രതിരോധിക്കാനും സാധിക്കുന്നുണ്ട്. ടെറസ് കൃഷിയിൽ 2 നേരവും ഒരു അരക്കപ്പ് വെള്ളം വീതം നമ്മൾ ചെടികൾക്ക് കൊടുത്താൽ മതി. കാരണം കൂടുതൽ വെള്ളം അതിലൊഴിക്കുന്ന വളം നശിപ്പിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം കൊടുക്കുക, 2 നേരം നനയ്ക്കുക. പിന്നെ കീടങ്ങളുടെ ശല്യം ടെറസ് ആയതുകൊണ്ട് ഒരു പരിധിവരെ നമുക്ക് പ്രകൃതിയാ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വരുന്ന പുഴുക്കളെയൊക്കെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ നടക്കുകയല്ലേ വൈകിട്ട്, അപ്പോൾ അത് കൈകൊണ്ട് എടുത്ത് കളയും. പിന്നെ ജൈവ രീതിയിലുള്ള മാർഗങ്ങളാണ് നമ്മൾ കീടങ്ങളെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുന്നത്. പരമാവധി 5 ഗ്രാം കുമ്മായം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് ചെടികളുടെ മീതെ തളിച്ചു കൊടുക്കും. പിന്നെ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള സ്ലറി ചെടിക്ക് തടത്തിൽ ഒഴിക്കുന്നതോടൊപ്പം തന്നെ അത് ഡൈലൂട്ട് ചെയ്ത് ചെടികളുടെ മീതെ തളിക്കും. 5 ഗ്രാം മഞ്ഞൾ 1/2 ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് നമ്മൾ ചെടികൾക്ക് കൂടെ ഒഴിച്ചു കൊടുക്കും, തളിച്ചു കൊടുക്കും, ചെടികളുടെ ഇലയിൽ തളിച്ചു കൊടുക്കും. കഞ്ഞിവെള്ളം ഒരു 4 ദിവസം പുളിപ്പിച്ച് അത് മിക്സിയിലിട്ടൊന്ന് അടിച്ച് അതിൽ ശീമക്കൊന്നയുടെ ഇല നന്നായി അരച്ച് ചേർത്ത് അങ്ങനെയും നമ്മൾ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് തളിക്കും. പിന്നെ 5 ഗ്രാം ചാരം 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് അത് തളിക്കും. ഇങ്ങനെയെല്ലാമാണ് നമ്മൾ മുളകിൻ്റെ കുരുടിപ്പ് സഹിതം എല്ലാ ചെടികളെയും ഒരു പരമാവധി നിയന്ത്രിച്ചു പോരുന്നത്. കൃഷി ക്ലാസ്സുകൾ എടുക്കാൻ പോകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മളോട് സ്ത്രീകൾ പറയാറുണ്ട് അവരുടെ സങ്കടങ്ങൾ, റുട്ടീൻ ജോലികളിൽ മാത്രം മുഴുകി അവർക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേനും അവർക്ക് എന്തോ ഒരു എനർജി ഇല്ലാത്ത പോലെയാണെന്നൊക്കെ പലരും സങ്കടം പറയാറുണ്ട്. ഞാനൊക്കെ അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വീട്ടിലെ ജോലികളെല്ലാം തീർത്ത്, അതായത് സ്ഥിരം ചെയ്യുന്ന ജോലികളാണ് ഇതെല്ലാം. അപ്പോൾ അതെല്ലാം ചേർത്തതിന് ശേഷം അവരവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. അപ്പോൾ അത് നമുക്കിഷ്ടമുള്ള മേഖല, അതായത് ചിലർക്ക് ചിത്രം വരയ്ക്കുന്നതായിരിക്കാം, പാട്ട് പാടുന്നതായിരിക്കാം, അല്ലെങ്കിൽ കൃഷിയോടുള്ള താല്പര്യമായിരിക്കാം. അപ്പോൾ എന്താണോ അവരവർക്ക് സാധ്യമാകുന്നത് അതിനു വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കുക. അപ്പം ഞാൻ അങ്ങനെ കണ്ടെത്തിയ ഒരു മേഖലയാണ് കൃഷി. പതിവ് ഓഫീസ് ജോലികൾക്ക് ശേഷം, വീട്ടിലെ കൃത്യനിർവഹണങ്ങൾക്ക് ശേഷം, എല്ലാ ഉത്തരവാദിത്വവും തീർത്തതിന് ശേഷം എൻ്റേതായിട്ടുള്ള ഒരു സമയം അതിനു വേണ്ടി കണ്ടെത്തിയതാണ് ഈ ടെറസ് കൃഷി. അത് അതീവ വിജയമായിട്ട് ഏകദേശം 12 വർഷമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനിയും ആരോഗ്യമുള്ളിടത്തോളം കാലം ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എന്നാണ് ആഗ്രഹം. സാധാരണ സ്ത്രീകൾ പറയുന്ന ഒരു കാര്യമാണ് അവർക്ക് സമയമില്ല, സാഹചര്യമില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖം ഒന്ന് മനസ്സിലോർത്താൽ തന്നെ നമുക്ക് കൃഷിയോടുള്ള താല്പര്യം വർദ്ധിക്കും. ഏത് പ്രതികൂല സാഹചര്യത്തെയും നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ വീട്ടമ്മമാരോടാണ് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും പരമാവധി പറ്റുന്ന രീതിയിൽ അവനവൻ്റെ സാഹചര്യം അനുകൂലമാക്കിക്കൊണ്ട് കുറച്ചെങ്കിലും കൃഷി ചെയ്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ആഹാരം കൊടുക്കാം. ഒപ്പം വീട്ടമ്മമാർക്ക് ഒരു ചെറിയ ഇൻകവും അവർക്ക് അതിൽ നിന്ന് നേടാൻ സാധിക്കും.